എല്ലാ പ്രിയപ്പെട്ടവർക്കും വചന പഠനത്തിലേക്ക് സ്വാഗതം. യൂദായുടെ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദാസനായ യൂദ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വന്ദനം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 1-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ എന്ന് പറയുന്നു. വിശ്വാസത്തിനു വേണ്ടി ദൈവസഭ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ള ഒരു പോരാട്ടം. ദുരുപദേശത്തിൻ്റെ കാറ്റുകൾ, ദുരുപദേഷ്ടാക്കന്മാർ, ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കൾ ദൈവസഭയ്ക്കകത്ത് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റിലാടിയുലയുന്ന ഒരു വലിയ വൃക്ഷം പോലെ ദൈവസഭ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അപ്പോസ്തലൻ ഇവിടെ പ്രാർത്ഥിക്കുന്നതും വന്ദനം ആശംസിക്കുന്നതും നിങ്ങൾക്ക് കരുണയും സമാധാനവും വർദ്ധിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വന്ദനം? സത്യത്തിനു വേണ്ടി പോരാടുന്ന സഭ ആ പോരാട്ടത്തിൽ കരുണ നഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കരുണ വർദ്ധിക്കണം. തെറ്റിനെ എതിർക്കുമ്പോൾ തീർച്ചയായിട്ടും സമാധാനം കുറയുവാൻ, സമാധാനമില്ലാതെ പോകുവാൻ, ഒരുപക്ഷെ ഉള്ള സമാധാനം നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് സമാധാനം വർദ്ധിക്കണം. ആത്മീയ പോരാട്ടത്തിനിടയിൽ വ്യക്തികളോട് അവരുടെ ഉപദേശങ്ങൾ ശരിയല്ലെങ്കിൽ അതിനോട് എതിർക്കുമ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്നേഹം വർദ്ധിച്ചു വരണം. ശരിക്കും ഈ സഭയുടെ അവസ്ഥ കണ്ടുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. ദുരുപദേശങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ, കള്ളക്രിസ്തുക്കളോട് ഏറ്റുമുട്ടുമ്പോൾ, കള്ളപ്രവാചകന്മാരോട് ഏറ്റുമുട്ടുമ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളാണ് കരുണയും സമാധാനവും സ്നേഹവും. അതുകൊണ്ടാണ് പ്രാരംഭ വാക്കുകളിൽ ഇത് വർദ്ധിച്ചു വരണം, ഇത് വർദ്ധിച്ചു വന്നെങ്കിൽ മാത്രമേ ഈ പോരാട്ടത്തിൽ നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജയം തീർച്ചയായിട്ടും ലഭിക്കുകയുള്ളൂ. പോരാട്ടത്തിൽ ജയിച്ചു കഴിയുമ്പോൾ കരുണയില്ലാത്ത മനുഷ്യരായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം? ദുരുപദേശങ്ങളെ അടിച്ചമർത്തി അതിനെ പരാജയപ്പെടുത്തി പക്ഷേ സമാധാനം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ദുരുപദേശകന്മാരെ എതിർക്കുമ്പോൾ അവരെ ഒരുപക്ഷെ കീഴ്പ്പെടുത്തുവാൻ, അവരുടെ ഉപദേശങ്ങളെ അടിച്ചമർത്തുവാൻ കഴിഞ്ഞാലും അവരോടുള്ള സ്നേഹം ഇല്ലാതെ പോയാൽ, അതുകൊണ്ടാണ് കരുണയും സമാധാന സ്നേഹവും വർദ്ധിച്ചു വരട്ടെ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 3 പദങ്ങൾ, കരുണ എന്നത് മറ്റൊരാളുടെ വേദന കാണുകയും അതിനോട് അനുഭാവപൂർവം നമ്മുടെ ഹൃദയം പ്രതികരിക്കുകയും ചെയ്യുന്നതാണ്. യേശു കരുണയുള്ളവനായിരുന്നു, ദയയും കൃപയും നിറഞ്ഞവനാണ്. പുരുഷാരത്തെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞത് യേശു കരുണയുള്ളവനായതുകൊണ്ടാണ്. യേശു മനുഷ്യരുടെ ആവശ്യങ്ങൾ കാണുന്നു, അവരുടെ രോഗങ്ങളും ദുഃഖങ്ങളും അവരുടെ ശൂൻ കാണുന്നു. അവരെ അവഗണിക്കാതെ പോയത് അവന് കരുണയുള്ളത് കൊണ്ടാണ്. കരുണയുടെ കുറവുണ്ടാകുമ്പോൾ വീണുപോയ ഒരു വ്യക്തിയെ ഉയർത്തുവാൻ നമുക്ക് കഴിയാതെ വരും. അവനെ കുറ്റപ്പെടുത്തുവാൻ തയ്യാറാകും നമ്മൾ. ദുഃഖിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവനെ കുറച്ച് ഉപദേശങ്ങൾ കൊടുത്ത് നടത്തിക്കും. കരുണയില്ലാതെ പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്, തെറ്റ് ചെയ്യുന്നവന് മാനസാന്തരപ്പെടുവാനുള്ള അവസരം അതിന് പകരം അവനെ തള്ളിക്കളയുവാനായിരിക്കും കരുണയില്ലാത്ത ശുശ്രൂഷകൾ മുഖാന്തരം സംഭവിക്കുന്നത്. മറ്റൊരാളുടെ സാഹചര്യത്തെ മനസ്സിലാക്കാതെ അവരെ വിധിക്കുന്നത് കരുണ ഇല്ലാത്തത് കൊണ്ടാണ്. ആത്മീയരായ നിങ്ങൾ ഒരുവൻ തെറ്റിലകപ്പെട്ടു പോയാൽ സൗമ്യതയുടെ ആത്മാവ് അവനെ യഥാസ്ഥാനപ്പെടുത്തണം, മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തണം. എങ്കിൽ നമുക്ക് കരുണയുണ്ടാകണം. കരുണ വർദ്ധിക്കുവാൻ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ വേദന കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കണം. വിധിക്കുന്നതിന് മുമ്പ് ആളുകളെ ശരിയായി മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കണം. യേശുവിൻ്റെ കരുണ നിറഞ്ഞ ജീവിതത്തെ നാം ധ്യാനിക്കണം. കരുണയില്ലാത്തവർക്ക്
കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. രണ്ടാമത് സമാധാനമാണ്. സമാധാനമെന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥ അല്ല സമാധാനം. പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിൽ ആശ്രയിച്ച് നിലകൊള്ളുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സമാധാനം. യേശുവിൻ്റെ സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. സമാധാനത്തിൻ്റെ കുറവ് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾ വളരും, സംശയം വർദ്ധിക്കും, ബന്ധങ്ങൾ തകരും, വിഭാഗീയത ഉണ്ടാക്കുവാൻ ശ്രമിക്കും, ക്ഷമിക്കുവാൻ കഴിയാത്ത ഹൃദയകാഠിന്യമുണ്ടാകും. അതുകൊണ്ട് സമാധാനം വർദ്ധിക്കണം. സമാധാനം വർദ്ധിക്കണമെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങളിൽ ഉടൻ പ്രതികരിക്കാതിരിക്കുക, കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസം ഉള്ളവരായിരിക്കുക, ക്ഷമിക്കുവാൻ തയ്യാറാവുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ വിശ്വസിക്കാതിരിക്കുക, ദൈവസന്നിധിയിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. സമാധാനം വർദ്ധിച്ചു വരും. മൂന്നാമത് സ്നേഹമാണ്. ക്രിസ്തീയ സ്നേഹമെന്ന് പറയുന്നൊരു വികാരമല്ല, മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സ്നേഹം. അത് ദീർഘക്ഷമയുള്ളതാണ്, ദയയുള്ളതാണ്, അഹങ്കാരമില്ലാത്തതാണ്, സ്വാർത്ഥം അന്വേഷിക്കാത്തതാണ്, എല്ലാം കണക്കിടാത്ത സഹിക്കുന്നതാണ്, എല്ലാം പ്രത്യാശിക്കുന്നതാണ്. അറിവുള്ളവരുണ്ട്, പക്ഷെ സ്നേഹമില്ലെങ്കിൽ അത് സഭയിൽ മുറിവുകൾ ഉണ്ടാക്കും. കഴിവുകൾ ഉണ്ടായിരിക്കാം, സ്നേഹമില്ലെങ്കിൽ തന്നെത്താൻ ഉയർത്തുകയും മറ്റുള്ളവരെ താഴ്ത്തുവാനുമുള്ള സാധ്യതയുണ്ട്. സ്നേഹമില്ലെങ്കിൽ നാം ഏതും ഇല്ല. സ്നേഹം വർദ്ധിക്കണമെങ്കിൽ നമ്മെ കർത്താവ് സ്നേഹിച്ച് നമ്മൾ ഓർക്കണം. നമ്മളോട് വ്യത്യസ്തരായവരെ സ്നേഹിക്കുവാൻ പഠിക്കണം. മറ്റുള്ളവരുടെ കുറവുകളേക്കാൾ അവരുടെ ആവശ്യങ്ങൾ കാണുവാൻ നമുക്ക് കഴിയണം. സ്നേഹം വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിൽ കാണിപ്പാൻ നാം തയ്യാറാകണം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് സ്നേഹവും കരുണയും സമാധാനവും വർദ്ധിക്കട്ടെ. കർത്താവേ, വചനം കേൾക്കുന്ന എല്ലാവർക്കും പോരാട്ടത്തിൻ്റെ നടുവിൽ സ്നേഹം നഷ്ടപ്പെടരുത്, കരുണ നഷ്ടപ്പെടരുത്, സമാധാനം നഷ്ടപ്പെടരുത്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ.